സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് എന്ന സ്വഹാബിയെ, മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പ്രബോധനത്തിന് ഇസ്ലാമിനെ പറ്റി പരിചയപ്പെടുത്താൻ അയച്ചു. യമനിലേക്ക് പോകാൻ ഇറങ്ങുന്ന മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ചെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മുആദ്, താങ്കൾ യമനികളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. കാരണം ഇനി അവരിലേക്ക് ഒരു റസൂൽ വരാനില്ല. ഇനി അള്ളാഹുവിന്റെ പ്രവാചകനായ ഹബീബായ റസൂലുള്ള യമനിലേക്കില്ല. അതുകൊണ്ട് മുആദ്, റസൂലുള്ള ഇല്ലാത്ത കുറവറിയിക്കാതെ താങ്കൾ യമനുകാരോട് തൗഹീദ് പറയണം. അള്ളാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കരുതെന്ന് പറയണം. അടിമകളായ ആളുകളോട് കാരുണ്യം കാണിക്കാൻ പറയണം. സ്ത്രീകളോട് നീതി കാണിക്കാൻ പറയണം. മക്കളെയും വൃദ്ധരെയും ഉപേക്ഷിക്കരുതെന്ന് പറയണം. ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് മുആദ് റസൂലുള്ളാഹിനോട് സലാം പറഞ്ഞ് യമനിലേക്ക് പോകാൻ വേണ്ടി ഒട്ടകപ്പുറത്ത് കയറി. അള്ളാഹുവിന്റെ റസൂലുള്ള വീണ്ടും ഒട്ടകത്തിന്റെ അരികിലേക്ക് ചെന്നു. മുആദിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മുആദ്, ഇനി ഒരു പക്ഷേ നമ്മൾ കണ്ടുകൊള്ളണമെന്നില്ല. നീ തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് മുആദ്, താങ്കൾ എന്റെ കബറിന്റെ അരികിലൂടെയായിരിക്കും തിരിച്ചു വരിക. കാരണം റസൂലുള്ളാഹിക്ക് അറിയാം, അല്ലാഹ് പല അടയാളങ്ങളിലൂടെയും അറിയിച്ചു കൊടുത്തിട്ടുണ്ട്, പ്രവാചകനെ താങ്കളുടെ സമയമാകാറായിട്ടുണ്ട് എന്ന്. അങ്ങനെ 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 ഹിജ്റ വർഷം 9 അവസാനത്തെ ദുൽഖഅദ് മാസത്തിലേക്ക് എത്തി. ദുൽഖഅദ് മാസത്തിന്റെ 25-നോ 29-നോ രണ്ടഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെട്ടെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സഹാബത്തിനോട് പറഞ്ഞു, ഞാൻ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നു. ഒരുപക്ഷെ ഇനി അടുത്ത വർഷം ചെയ്യാമെന്ന് വിചാരിച്ചാൽ എനിക്ക് അവസരമുണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് എന്റെ കൂടെ ഹജ്ജിന് പോകാനുള്ളവർ തയ്യാറായി നിൽക്കണം. ഹബീബായ പ്രവാചകൻ ജീവിതത്തിൽ ആദ്യമായ ഹജ്ജ് കർമ്മത്തിന് പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ മുഴുവൻ സഹാബാക്കളും, ലക്ഷക്കണക്കിന് സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നാലെ കൂടി. പ്രവാചകൻ അന്ന് വരെ ഏത് യാത്രയിലും ഒരു ഭാര്യയെ കൂടെ കൂട്ടാറുള്ളൂ. പക്ഷേ ആ ഹജ്ജ് കർമ്മത്തിന് മുഴുവൻ ഭാര്യമാരെയും കൂടെ കൂട്ടി, മുഴുവൻ പേരെയും കൂട്ടി മദീന എന്ന പട്ടണത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ച് മക്ക ലക്ഷ്യമാക്കി ആരംഭിച്ചു യാത്ര. ഇടക്കിടക്ക് നെഞ്ചുപൊട്ടി റസൂലുള്ള ഖുർആനോതും, കരയും. സഹാബാക്കളോട് നമസ്കാരത്തിൽ കുറവ് കാണിക്കരുത് എന്ന് പറയും. ഓരോരുത്തരും ഉപദേശിച്ചും പ്രാർത്ഥിച്ചും മക്കയിലേക്കെത്തും. കഅബാലയത്തിന്റെ അരികിൽ ചെല്ലും. കഅബയെ കണ്ടൊന്ന് സലാം പറയും. പള്ളിയിൽ കയറുമ്പോൾ പ്രാർത്ഥിക്കും. കൂടെ സഹാബത്തും പള്ളിയിൽ തവാഫ് ചെയ്യും.